ഹലോ ഹായ് വെൽക്കം ടു സിബിസ് വേൾഡ് അഗൈൻ. ഇന്ന് നമ്മൾ പോകുന്നത് വാഴക്കൃഷി ഫുൾ സീരീസിനകത്ത് പാർട്ട് 3 ആണ്. പാർട്ട് 4 നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർ പോയി കാണുക. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ചെടികളിലെ കാൽസ്യം കുറവ്, പ്രത്യേകിച്ച് വാഴകളിൽ എങ്ങനെയാണ് കാൽസ്യം കുറവ്, എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന് പ്രതിവിധി കാണുന്നത്, ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കാൽസ്യം കുറവ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അഡ്വാൻസായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റും. മണ്ണിൽ നമ്മൾ കുമ്മായം ചേർക്കാറുണ്ട്. കുമ്മായം ചേർക്കുമ്പം 2 കാര്യങ്ങളാണ് അതിൽ നിന്ന് കിട്ടുക. ഒന്നാമത്തത് മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും അസിഡിക് pH ഉള്ള സോയിലാണെങ്കിൽ ആ സോയിലിനെ ബാലൻസ് ചെയ്തിട്ട് അതൊരു മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ന്യൂട്രൽ pHയിലേക്ക് കൊണ്ടുവരാൻ ഈ കുമ്മായം ഏറ്റവും കൂടുതൽ സഹായിക്കും. അതേപോലെ തന്നെ കാൽസ്യം ഓക്സൈഡാണ് കുമ്മായം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് മണ്ണിൽ ചെല്ലുമ്പോൾ മണ്ണിലുള്ള കാൽസ്യം കൂടും. ഏകദേശം 7 ആണ് ന്യൂട്രൽ pH. 6.5 to 7 നമുക്ക് ആപ്റ്റാണ് നമ്മുടെ കൃഷിക്ക്. സോ നമ്മൾ ഏകദേശം അതിലെത്തിക്കുന്നു. അത് എത്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാൽസ്യത്തിൻ്റെ ഒരു പോരായ്മ കൂടെ മണ്ണിൽ നിന്ന് ഇല്ലാണ്ടാവുന്നതാണ്. അതുപോലെ നമ്മുടെ സോയിൽ അത് ആൽക്കലൈൻ pH ഉള്ളതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ pH കുറച്ച് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് അതായത് 7+ ഉള്ള ആ pH തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ എത്തിക്കേണ്ടത് അറൗണ്ട് 7 അല്ലെങ്കിൽ 6.5 to 7 ആ റേഞ്ചിലേക്കാണ് എത്തിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ മണ്ണിൽ ജിപ്സം ആഡ് ചെയ്യുന്നതാണ്. ജിപ്സം ആഡ് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് കാൽസ്യം ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഈ കൃഷിയിൽ ഇപ്പം നിലവിൽ നമ്മൾ ജിപ്സം ആഡ് ചെയ്തിട്ടില്ല, നന്നായി ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ കാൽസ്യം ഡെഫിഷ്യൻസി വന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്കതിനെ ഇല്ലാതാക്കാം, ഇതാണ് നമ്മുടെ കാര്യം. അതുപോലെ കാൽസ്യം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ വളർച്ചാഘട്ടത്തിൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന മൈക്രോ ന്യൂട്രിയൻ്റ്, ചെടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ് കാൽസ്യം. അതുകൊണ്ട് തന്നെ കാൽസ്യം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളർച്ച ഭയങ്കരമായിട്ടും മുരടിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ സെൽ വാൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ചെടികളുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചെടിയുടെ മുകുളം, ടിപ്പ് വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത് കാണുന്നത്. വാഴയിലാണെങ്കിൽ അങ്ങനെ വളരുന്ന ഭാഗം ഒന്നേ ഉള്ളൂ, ഒറ്റ മുകുളം മാത്രമേ മുകളിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. വാഴയിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കാൽസ്യത്തിൻ്റെ കുറവ്. അതേപോലെ തന്നെ ഈ സെൽ മെമ്പറിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത് കൂടുതൽ വേണ്ടതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കാൽസ്യം കുറഞ്ഞാൽ തന്നെ അത് ചെടിയുടെ വളർച്ച മുരടിപ്പിനും പിന്നെ അതിൻ്റെ ഷേപ്പില്ലായ്മയ്ക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച പെട്ടെന്ന് അങ്ങ് മാറുന്ന കാണാൻ പറ്റും. നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതിൻ്റെ വളർച്ചയിൽ വ്യത്യാസം കാണാൻ പറ്റും. ഇനി നമ്മൾ നേരിട്ട് നമ്മുടെ വാഴയിലേക്ക് പോവുകയാണ്. അപ്പോൾ വാഴയിൽ കാണാം ഇല ഇങ്ങനെ ചുരുണ്ട് വന്നിട്ട് പകുതിയിലിരിക്കുന്നു. പുതിയ നാമ്പ് വന്നിട്ടും അതിന് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. വളഞ്ഞ നാമ്പ്. അതേപോലെ തന്നെ ഈ ഇല കണ്ടോ, പകുതി വിരിഞ്ഞിട്ട് പകുതി വിരിയാൻ വേണ്ടി നിൽക്കുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഇലകൾ പൊട്ടിപ്പോകുന്നു, പകുതി പഴയ ഇലകൾ പൊട്ടി കീറിയിരിക്കുന്നു. അതായത് പുതിയ നാമ്പ് വരികയും പഴയ ഇലയ്ക്ക് വിരിയാൻ പറ്റാണ്ട് വരുമ്പോൾ അവിടെ സ്റ്റക്കായിട്ട് അതവിടെ വളഞ്ഞു പോകുന്നു. ഇതിനുള്ള പ്രതിവിധി നമ്മൾ കാൽസ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് കീലേറ്റഡ് ആയിട്ടുള്ള കാൽസ്യം കിട്ടും, അത് നമുക്ക് നേരിട്ട് ഇലകളിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അതുപോലെ കാൽസ്യം നൈട്രേറ്റ് നമുക്ക് കിട്ടും, അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പറ്റും, ചുവട്ടിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന 1-2 വാഴയ്ക്കുള്ളവരാണെങ്കിൽ ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം കിട്ടും. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളിയെടുത്ത് വെച്ചാലും നടക്കും. ഇത് ഒന്നുമല്ലാതെ ചില ആളുകൾ മുട്ടത്തോട് പൊടിച്ചിടാറുണ്ട്. പക്ഷേ നമ്മൾ പൊടിച്ചത് കാൽസ്യം നൈട്രേറ്റ് നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അത് നമുക്കിവിടെ വെഞ്ചുറി ഇഞ്ചക്ടറൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് നമുക്ക് നേരിട്ട് ഓരോ ചുവട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ട്രിപ്പ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ അടുത്ത വീഡിയോ വരുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് കാൽസ്യം അപ്ലൈ ചെയ്ത് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ഇല വിരിയുന്നുണ്ട്, നമ്മുടെ കൂമ്പ് നല്ല വാള് വരുന്ന പോലെ തള്ളി വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇത് ക്യൂർ ആയതിനുള്ള ലക്ഷണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക.